VAJ അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരള PSC ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിജ്ഞാപനം അടുത്ത ആഴ്ചയിൽ അത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി അതിനുവേണ്ടി പഠിച്ചു തുടങ്ങണം. അതാണ് നമ്മളിപ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനം. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ, CDPO സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, CDPO ജനറൽ റിക്രൂട്ട്മെൻറ്റ്, ICDS സൂപ്പർവൈസർ, പ്രിൻസിപ്പൽ കൗൺസിലർ, വെൽഫെയർ ഓഫീസർ, പ്രൊബേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങി അനവധി തസ്തികകളിൽ കോച്ചിങ് കൊടുക്കുകയും ഉദ്യോഗാർത്ഥികളെ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്കുകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ എത്തിക്കുക മാത്രമല്ല അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് ഈ അക്കാദമിക്കുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാനും നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനും എന്തായാലും VAJ അക്കാഡമിക്സും ഞാനും സജ്ജമാണ് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യ അവസാനം വരെ നിങ്ങളൊന്ന് വീക്ഷിക്കണം. എന്നിട്ട് വേണം ഉചിതമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഏതൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഉദ്യോഗാർത്ഥികൾ വലക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒഴിവുകളുടെ എണ്ണം. പലപ്പോഴും ഒഴിവുകളുടെ എണ്ണം കുറവാണ് എന്ന് കരുതിയിട്ട് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പിന്തിരിയുന്നൊരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊഴിവുകളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, ഒത്തിരി പേര് ഇത് എഴുതുന്നവരാണ്, അപ്പോൾ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സ്വയം ഒരു തീരുമാനം എടുത്തുകൊണ്ട് പിന്മാറുകയും അത് പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല, നിയമനങ്ങളൊന്നും നടക്കത്തില്ല. അഥവാ നിയമനം നടക്കണമെങ്കിൽ അത് ആ ലിസ്റ്റ് കോടതി കയറേണ്ട ഒരു അവസ്ഥയാണല്ലോ സംജാതമായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എന്നുള്ള ചില ചിന്താഗതികളും ഈ ഉദ്യോഗാർത്ഥികളെ പഠിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികളിൽ ആണ് ആദ്യം ഉദ്യോഗാർത്ഥികൾ കുടുങ്ങിപ്പോകുന്നത്. ആ ഒരവസ്ഥയാണ് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു റാങ്ക് ലിസ്റ്റ് പോലും ഒരു ഉദ്യോഗാർത്ഥിയെ പോലും ഒരു കുട്ടിയെ പോലും അപ്പോയിൻമെൻറ്റ് നടത്താതെ അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാതെ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് പോലും ഒരു നിയമനവും നടക്കാതെ അത് ക്യാൻസലായി പോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരാളാകാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല? നിങ്ങൾ എപ്പോഴും ഈ നെഗറ്റീവ് ചിന്താഗതികൾ, അതായത് ഒഴിവുകളുടെ എണ്ണം കുറവാണ്, അതല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് കാര്യമില്ല, അതല്ലെങ്കിൽ കോടതി കയറണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവുകൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടൊരു പോസിറ്റീവ് കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല? ഞാൻ അധ്വാനിച്ചാൽ എനിക്കത് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ വളർത്തിയെടുത്താൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരികയാണ് എന്ന് വിചാരിക്കുക. അതായത് ഒഴിവുകളുണ്ട്, അതുപോലെ തന്നെ കോടതി കയറേണ്ട കാര്യമില്ല, നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം നിങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതായത് ഒഴിവുകൾ കുറഞ്ഞാലും ഒഴിവുകൾ കൂടിയാലും അതിനെ അനുകൂലമാക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അപ്പം അതുകൊണ്ട് പഠിക്കുക എന്നുള്ളതിന് ആണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് അത്
എനിക്ക് വേണം, ആ തസ്തികയിലേക്ക് എനിക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തിട്ട് വേണം നിങ്ങൾ പഠനത്തിലേക്ക് കടക്കാനായിട്ട്. അതല്ലാതെ ഈ നെഗറ്റീവ് ചിന്താഗതികളുമായിട്ട് പോയി കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഈ നെഗറ്റീവ് ചിന്താഗതികളായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരിക്കലും ഇനി ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ, അതുപോലെ ഒഴിവുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കൊട്ടക്കണക്കിന്, നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഒഴിവുകളൊന്നും ഇനിയുള്ള തസ്തികകളിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ പോസിറ്റീവ് ചിന്തിച്ച് എന്തായാലും തുടങ്ങുക, പഠിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തുക. അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി കോച്ചിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടികളെ, പഠിക്കാൻ തയ്യാറായിട്ടുള്ളവരെ ആ ലക്ഷ്യത്തിലെത്തിക്കാം എന്നുള്ള ഉറപ്പ്, ഒരു ആത്മവിശ്വാസം എന്നിലുണ്ട്, അല്ലെങ്കിൽ ഈ അക്കാദമിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ എക്സാമുകളിൽ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകളിൽ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവരെ ജോലിക്ക്, ഈ കേരള സർക്കാരിൻ്റെ ജോലി പല പല തസ്തികകളിലും നമുക്ക് അവരെ എത്തിക്കാനായിട്ട് കഴിഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ ചരിത്രം പുനരാവർത്തിപ്പിക്കാനായിട്ട് ഞാൻ സജ്ജമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമായിട്ട് വരിക, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, നെഗറ്റീവിസം മാറ്റിയിട്ട്, അതായത് ഒഴിവുകളുടെ എണ്ണം അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പഠിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു. ഇവിടെ നമ്മളുടെ മുമ്പിലുള്ളൊരു ചോദ്യം, എങ്ങനെ പഠിക്കും, എവിടെ പഠിക്കും? ഇതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കോച്ചിങ് തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് നമുക്ക് പല രീതിയിൽ പഠിക്കാം. ഒന്നുകിൽ സ്വന്തമായിട്ടിരുന്ന് പഠിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സ്ഥാപനം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമുകളിൽ നിങ്ങൾക്ക് പഠിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി കുറേ സമയങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ സമയങ്ങൾ ചിലവാകും. അതേസമയം നമ്മളൊരു കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് വികാരം, ഒരു ഗ്രൂപ്പ് ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. അതായത് എല്ലാവരും പഠിക്കുന്നുണ്ട്, അതുപോലെ അതിൽ കോച്ചിങ് നൽകുന്ന ആളുടെ കുറേ നിർദ്ദേശങ്ങളുണ്ടാവും. ആ നിർദ്ദേശങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ പിറകിലായി പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത കൂടുതലായിരിക്കും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കോച്ചിങ്ങിൽ ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു മാനദണ്ഡമായിട്ട് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതേപോലെ സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ ഉള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ അതിനുള്ള മെറ്റീരിയൽസ്, സിലബസ് പ്രകാരമുള്ള സാധനങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ കുറേയേറെ അലയേണ്ടതായിട്ട് വരുന്നൊരു കാഴ്ച. അതുമാത്രമല്ല, നമ്മൾ പലപ്പോഴും നെറ്റിലൂടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഫോണിലോ ഒക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളിലേക്കും ചിലപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, പിന്നെ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്കായി. അപ്പോൾ നമ്മുടെ കുറേ ടൈം അങ്ങനെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്, ഒഴിവുകളുടെ എണ്ണം പരിമിതമാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും പാഴാക്കാതെ കൃത്യമായിട്ട് ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്ന് കരുതി പഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അവിടെയെന്ന് വെച്ചാൽ ആ കോച്ചിങ് സ്ഥാപനം കൃത്യമായിട്ട് ആ സിലബസ് പ്രകാരമായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേറെ സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഞാനും മറ്റുള്ളവരെ പോലെ പഠിക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും
ഏറ്റവും വലിയൊരു മെച്ചം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ അതിലൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി. അതായത് കൂടുതൽ അഡ്വാൻറ്റേജ് ഒരു കോച്ചിങ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോച്ചിങ് എടുക്കുമ്പോൾ എങ്ങനെയുള്ളൊരു കോച്ചിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്, ആരെയാണ്, അവിടെയും നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതായത് ഒരു കോച്ചിങ് നമ്മൾ എടുക്കുമ്പോൾ, അതിപ്പോൾ എൻ്റെ കോച്ചിങ് ആണെങ്കിലും ശരിയാണ്, നിങ്ങൾ ഓരോരുത്തരും ആ കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എടുക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് വേണം ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഏത് രീതിയിലാണ്, അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവിടെ സിലബസ് കവർ ചെയ്യുന്നുണ്ടോ, അതായത് ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ അവിടെയുള്ള ക്ലാസ്സുകൾ, അവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇപ്പോഴത്തെ PSC മാതൃകയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണോ, പിന്നെ അവിടെ പഠിച്ച് ഉള്ള ആളുകൾക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടോ, മികച്ച റാങ്കുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഏതൊരു അക്കാഡമിയിലും ജോയിൻ ചെയ്യാനായിട്ട്. അതല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു കോച്ചിങ് എടുക്കണമെന്ന് കരുതി ഏതെങ്കിലും ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ, അത് എൻ്റെ ആയാലും ശരിയാണ്, അങ്ങനെ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. അതിന് നിങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുകൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിനെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മികച്ച പ്രകടനങ്ങൾ ഓരോരുത്തരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഡിസ്ക്രിഷൻ മുഴുവൻ നിങ്ങളാണ് മികച്ചത് തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ. ഇപ്പോൾ എന്നെയും ഞാനിപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള മികച്ച പല റാങ്കുകളും എൻ്റെ അക്കാഡമിയിലൂടെ ലഭ്യമാക്കുകയും പലരെയും ജോലിക്ക് കേരള സർക്കാർ ജോലികളിൽ പലർക്കും നിയമനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത അക്കാദമിയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് ശരിയാണോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. അതിനന്വേഷിച്ചറിയണം. ഇത് ആർക്ക് വേണമെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് എന്തു വേണമെങ്കിലും പറയാം. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്നത്, നമ്മളതിലൂടെ ഇതിൽ ജോയിൻ ചെയ്തവരോട് അത് അന്വേഷിക്കാം. അതല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇതിനുള്ള തെളിവുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് അന്വേഷിച്ച് അത് മനസ്സിലാക്കിയെടുക്കണം. എങ്കിലാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ ജോയിൻ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ പൈസ കളഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ അക്കാദമിയിലെല്ലാം മികച്ചതായിരിക്കാം, ഒരാൾക്ക് മികച്ചതെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് മികച്ചതല്ലാതായിട്ടിരിക്കാം. ഇപ്പം എൻ്റെ ക്ലാസ് ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല ക്ലാസ് ആയിട്ട് തോന്നാം, മറ്റു ചിലർക്ക് അത് ചിലപ്പോൾ താല്പര്യമില്ലാത്ത ക്ലാസ്സുകളായിട്ട് തോന്നാം. അവിടെ ആ വിലയിരുത്തുന്നത് രീതി, അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ അത് അവിടെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മെച്ചമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, അവിടെ ഡിസ്ക്രിഷണറി പവർ മുഴുവൻ നിങ്ങളുടെ ഭാഗത്താണ്, ഉദ്യോഗാർത്ഥികളായ നിങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ മറ്റുള്ള ഒരു അക്കാദമിയെയും കുറ്റം പറയുന്നില്ല, അവരുടെ ഏത് മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കാര്യം പറയാനായിട്ട് എനിക്ക് കഴിയും. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കോച്ചിങ് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വിവരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയാം. അതായത് ഈ അക്കാഡമിയിലൂടെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വൈകിട്ട് അതല്ലെങ്കിൽ പുലർച്ചെ 2 ഷിഫ്റ്റുകളായിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എനിക്ക് 3 ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷന് മുമ്പേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, അതായത് ICDS സൂപ്പർവൈസറുടെ എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ കോച്ചിങ് കൊടുത്ത ചില കുട്ടികൾ എന്നോട്
ഇങ്ങനെ അവർക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് CDPOയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ കോച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന ഘട്ടത്തിൽ പുതിയ ബാച്ച് ഞാൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 ഷിഫ്റ്റുകളിലാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റുള്ള ഈ പറയുന്ന 3 ബാച്ചുകൾ നടക്കുന്നത് അതും ഈ പറയുന്ന രീതിയിൽ ആ ടൈമിൽ അത് നടക്കും. ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ ആ വൈകിട്ടുള്ള സമയം അല്ലെങ്കിൽ പുലർച്ചെയുള്ള സമയത്താണ് ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും, സാറ്റർഡേ സൺഡേ ഒഴിച്ചിട്ട്. അതായത് ഈ സാറ്റർഡേ സൺഡേ ഒഴിച്ചിട്ടിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് സൺഡേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓരോരുത്തരും അതിൽ ഇപ്പോൾ ചിലപ്പോൾ 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ 40. ആ ആഴ്ചയിൽ എന്താണോ പഠിപ്പിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അത് കേരള PSCയുടെ മോഡൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാകുക. എന്നിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ നമ്മൾ ഈ PSC മാതൃകയിലുള്ള, അതായത് ആ ബബ്ലിംഗ് ഷീറ്റിൽ ചെയ്ത് അതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പരിശീലനം നമുക്ക് ഓരോ ആഴ്ചകളിലും കിട്ടിക്കൊണ്ടിരിക്കുവാണ്. അത് അങ്ങനെ എക്സാം വരെയും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എക്സാമിൻ്റെ തലേ ദിവസം വരെയും നമുക്ക് ക്ലാസ്സുകൾ നമുക്കുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ ആഴ്ചയിൽ എടുക്കുന്നതിൻ്റെ നോട്ട്സ് എല്ലാ സാറ്റർഡേകളിലും ഇതിൻ്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ എടുത്തതിൻ്റെ ക്ലാസ് നോട്ട്, ആ ക്ലാസ്സിൻ്റെ നോട്ടുകൾ അത് PDF നോട്ടുകളായിരിക്കും, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ചില സംശയങ്ങളുണ്ടാകും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ കൂടാൻ കഴിഞ്ഞില്ല, പലപ്പോഴും ജോലിക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ പുലർച്ചെ ഒന്നും ക്ലാസ്സിൽ കൂടാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വൈകിട്ട് കൂടാൻ കഴിയുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് പേടിക്കേണ്ട. ആ എടുക്കുന്ന ക്ലാസ്സുകൾ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റെക്കോർഡഡ് ക്ലാസ്സും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഈ ക്ലാസ്സുകൾ കാണാനായിട്ടുള്ളതും ഉള്ള അവസരങ്ങളും പിന്നീട് ലഭ്യമാവുകയാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓരോ വീക്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 4 ആഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ ഈ 4 ആഴ്ചയും എടുത്ത ടോപ്പിക്കുകളെല്ലാം വെച്ചിട്ട് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ 4ാമത്തെ ആഴ്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ട് പഠിപ്പിച്ചതിലേക്ക് പിന്നെയും ഒന്ന് പോകാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. അതായത് എല്ലാം നമുക്ക്, അതായത് ഓരോ ആഴ്ചയും നമ്മൾ പഠിക്കുന്നു, ടെസ്റ്റ് പേപ്പർ എഴുതുന്നു, അതിനുശേഷം 4ാമത്തെ ആഴ്ച ആദ്യ ആഴ്ച പഠിപ്പിച്ചത് തുടങ്ങി 4ാമത്തെ ആഴ്ച വരെ ഉള്ളത് ഒന്നുകൂടി പഠിക്കുന്നു. അതേപോലെ 8 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും 1ാമത്തെ ആഴ്ച തുടങ്ങി ഈ 8ാമത്തെ ആഴ്ച വരെ. അപ്പോൾ നമുക്ക് എല്ലാം കണക്ട് ചെയ്ത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ അക്കാഡമിക് തലത്തിൽ മികച്ച റാങ്കുകൾ നേടിയവരായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ മികച്ച റാങ്കിലേക്ക് എത്താൻ കഴിയുന്നില്ല, പലപ്പോഴും പരാജയപ്പെടുന്നു. കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ഇത്ര സമയത്തിനുള്ള ആ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ പരിചയക്കുറവാണ് നമ്മളെ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. അതായത് പലപ്പോഴും അവിടെ ഇരുന്നത് ചെയ്യുമ്പോൾ ആ നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ നമുക്കൊന്നും മനസ്സിലാകാത്തൊരു സാഹചര്യം. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടിരുന്ന് ചെയ്യുമ്പോൾ അയ്യോ ഇതായിരുന്നല്ലോ അതിൻ്റെ ആൻസർ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. എന്തുകൊണ്ടാണിത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ പലരും ഇത് അനുഭവിച്ചറിഞ്ഞവരായിരിക്കാം. അതായത് പലപ്പോഴും നിങ്ങൾ എക്സാമിന് ചെല്ലുന്ന കഴിയുമ്പോൾ എല്ലാം പഠിച്ചവരായിരിക്കാം, പക്ഷേ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ വേണ്ട രീതിയിൽ അത് ആൻസർ ചെയ്യാൻ കഴിയാതെ, അതായത് എല്ലാം ആൻസർ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വരും, പക്ഷേ ആൻസർ കീ വരുമ്പോൾ
ഈ പറയുന്നത് പടപടാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവാണ് അങ്ങ് വരുന്നത്. അതായത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ വെച്ച് ചെയ്തപ്പോൾ അത് ശരിയാണെന്നുള്ളത്. പക്ഷേ ആൻസർ കീ വരുമ്പോൾ തെറ്റായിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്നു. അപ്പോൾ അത് നിങ്ങൾ അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അയ്യോ വീട്ടിൽ വന്നപ്പോഴാണ് അതായിരുന്നു ശരിയെന്ന് തോന്നുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതാണ് പ്രാക്ടീസ്. പരിശീലനക്കുറവ്, പ്രാക്ടീസിൻ്റെ അഭാവമാണ് ഇതിനുള്ള കാരണം. അതിനുള്ളൊരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ എടുത്ത എല്ലാ കോഴ്സുകൾക്കും ഇതേ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആഴ്ചയിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, അത് 1-2 എക്സാമുകളല്ല. അതായത് ഇപ്പോൾ വെൽഫെയർ ഓഫീസറിനാണെങ്കിൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിനാണെങ്കിൽ ഏകദേശം 10-12ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂൾ, അപ്പോൾ മൊഡ്യൂൾ 1 അതിൻ്റെ ഒരു 200-250ഓളം ക്വസ്റ്റ്യൻസ് അങ്ങനെ. അപ്പോൾ അതായത് ക്വസ്റ്റ്യൻസ് കൊണ്ട് അത് പരിശീലനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്, ആ ഒരു പാറ്റേണിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അക്കാദമിയുടെ വിജയരഹസ്യവും അത് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് വരുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോ അക്കാദമിയെക്കുറിച്ചും അന്വേഷിച്ചറിഞ്ഞ് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിച്ചു പറയാനായിട്ടുള്ള കാര്യം. കാരണം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ രീതിയാണ്. ആ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടിട്ടുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കും ഈ രീതി ഉപകാരപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ അക്കാദമിയെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും മറിച്ചൊരഭിപ്രായം കിട്ടാനില്ല. അത് 100% എനിക്ക് ഉറപ്പാണ്. ആ ആത്മവിശ്വാസമാണ് ഞാൻ ഈ പറയുന്ന എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് അവതരിപ്പിക്കാനായിട്ടുള്ളൊരു കരുത്ത് നൽകുന്നത്. ആ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. അതിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ സജ്ജമാണ്. അതിനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഓൺലൈൻ എക്സാമുകൾ ഉണ്ട്. അതേപോലെ ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ കൂടാൻ കഴിയാത്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 4 ആഴ്ച കൂടുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 ആഴ്ച കൂടുമ്പോൾ ഈ ആദ്യം തുടങ്ങി ഫസ്റ്റ് ആഴ്ച തുടങ്ങി 8 ആഴ്ച വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഇത്രയൊക്കെ പോരെ ഒരു എക്സാമിന് പഠിക്കാൻ? അതുമാത്രമല്ല, വളരെ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമാണ് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളിപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങളൊന്ന് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള മറുപടി കിട്ടും. അതല്ല നമ്മളൊരു സർഫസ് ലെവലിൽ നിന്ന് പഠിച്ചിട്ട്, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ഓരോ തസ്തികയിലും നല്ല യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് കരുതിയിട്ട് വളരെ ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ PSC ഇടുന്നത്. PSCയിലെ എക്സ്പെർട്ടുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർ വളരെയേറെ ശ്രദ്ധിച്ച് അതിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യമുള്ളവരെ കൃത്യമായിട്ട് അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, യോഗ്യരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സർഫസ് ലെവലിൽ നിന്നുള്ളൊരു പഠനം കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വളരെ ആഴത്തിൽ, വളരെ ഗഹനമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ കോച്ചിങ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കൃത്യതയോടുകൂടി അത് തിരഞ്ഞെടുക്കണം. അതേപോലെ ആ സിലബസ്, നമുക്ക് സിലബസ് വരുന്നത് ചിലപ്പോൾ 2 മാസം മുമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിലബസ് അതിനുശേഷം ഞാൻ ഉറപ്പ് തരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് എക്സാം വരെയും, എക്സാമിൻ്റെ തലേ ദിവസം വരെയും ക്ലാസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സിലബസ് വരുമ്പോൾ ആ സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ക്ലാസ്സുകൾ നമുക്ക് പഴയ സിലബസ് വെച്ചും അതുപോലെ തന്നെ ഇനി വരാൻ ചാൻസ് ഉള്ളത്, പുതിയതിൽ ആഡ് ആകാൻ ചാൻസ് ഉള്ളതും വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ ഒരിക്കലും വേണ്ടാത്തതായിരിക്കില്ല, അത് നമുക്ക് വേണ്ടത് തന്നെയായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുക.
പിന്നെ അതുപോലെ തന്നെ സിലബസ് വരുമ്പോൾ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ഉറപ്പു തരുവാണ്. അപ്പോൾ ഈ സിലബസ് 2 മാസത്തിന് മുമ്പേ സിലബസ് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിലബസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലാസ്സുകളും കൃത്യമായിട്ട് ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം ഈ കഴിഞ്ഞ ICDSനും മറ്റുമൊക്കെ ആയിട്ട് ചില സ്ഥാപനങ്ങൾ ഈ പറയുന്ന രീതിയിൽ സിലബസ് കവർ ചെയ്യാത്ത സാഹചര്യങ്ങളൊക്കെ വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൃത്യമായിട്ട് ഒന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് മികച്ചത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകും, നിങ്ങൾ സെർച്ച് ചെയ്യുവാണ് അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മികച്ച അക്കാദമി ഏതാണ്, എവിടെയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങിയ ഒരു കോച്ചിങ് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സെർച്ച് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള ക്രൈറ്റീരിയാസാണ് നിങ്ങൾ പറഞ്ഞത്. ആദ്യം തന്നെ നിങ്ങൾ വിലയിരുത്തേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ കോച്ചിങ് സ്ഥാപനത്തിൽ എടുക്കുന്നത്, അതുപോലെ തന്നെ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്, ആ കോച്ചിങ് സ്ഥാപനത്തിൽ സിലബസ് കവർ ചെയ്യാറുണ്ടോ, അതേപോലെ തന്നെ ആ കോച്ചിങ് സ്ഥാപനത്തിലൂടെ പഠിച്ചവർക്ക് ജോലി ലഭ്യമായിട്ടുണ്ടോ, ഈ കാര്യങ്ങളും മതി. അപ്പോൾ അതിൽ എല്ലാത്തിലും യെസ് എന്നുള്ളൊരു മറുപടിയാണെങ്കിൽ കണ്ണും കൂട്ടി ആ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം, അതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്നെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നതെല്ലാം വ്യാജമാണോ യഥാർത്ഥമാണോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തണം, എന്നിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ കോച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ കോച്ചിങ്ങിൻ്റെ രീതികളും പറഞ്ഞു. ഇനി അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെ അലട്ടുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ കോച്ചിങ് ഫീസിനെയൊക്കെ പറ്റിയുള്ളതാണ്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കോച്ചിങ് ഫീസ് എന്തു വരും എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന അതായത് എല്ലാ കുട്ടികളെയും നമ്മളുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു കുട്ടി പോലും എനിക്ക് ഫീസ് ഇല്ല എനിക്ക് കൊടുക്കാൻ, അതായത് പലപ്പോഴും ഫീസുകൾ ഒരു ഒറ്റഘട്ടമായിട്ടോ 2 ഘട്ടമായിട്ടോ അടക്കുന്ന ഒരു രീതിയൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാ അക്കാഡമികളിലും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അങ്ങനെ ലഭ്യമാക്കി കൊണ്ടുവരാൻ പ്രയാസമുള്ളൊരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ കുട്ടികളെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, ഒരു കുട്ടി പോലും ഫീസ് എനിക്ക് ഒരുമിച്ച് അടക്കാനില്ലാത്തതിൻ്റെ പേരിൽ കോച്ചിങ് നിഷേധിക്കപ്പെടരുത് എന്നുദ്ദേശിച്ചു കൊണ്ട് ഞാൻ മന്ത്ലി പേയ്മെൻറ്റ് സംവിധാനവും ആരംഭിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ മാസം നമുക്കൊരു നിശ്ചിത ഫീസ് നിശ്ചയിച്ച് ആ ഫീസ് അടക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ടോട്ടൽ ഫീസ് വരുന്ന ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ഫീസിലേക്കൊന്നും വരാത്ത ഒരു രീതിയിലേക്ക് ഉള്ളൊരു ഫീസും അറേഞ്ച് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ പറഞ്ഞ രീതിയിൽ ജോയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരുമിച്ച് ഫീസ് തരാനായിട്ട് പ്രയാസമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഘട്ടമായിട്ട് മന്ത്ലി ഫീസ് നൽകി പഠിക്കാം എന്നുള്ള ഒരു രീതി കൂടി ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് അടക്കുന്നവർക്ക് ഒരുമിച്ച് അടക്കാം. അപ്പോൾ നമുക്ക് ഈ ഘട്ടമായിട്ട് അടക്കുന്നതിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് അടക്കുമ്പോൾ അതും ലഭ്യമാക്കുന്ന രീതിയിലേക്കാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് എല്ലാ കുട്ടികളെയും ഈ പറയുന്ന ആഗ്രഹമുള്ള എല്ലാവരെയും ആ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് ഞാൻ സജ്ജമാണ്. അതിന് വേണ്ടിയിട്ട് ആർക്കും ഈ പറഞ്ഞ രീതിയിൽ പൈസ അടക്കാനില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ കോച്ചിങ് നിഷേധിക്കപ്പെടരുത് എന്നുദ്ദേശിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് എന്തായാലും ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, സാർ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു, പഠിക്കണം, ഓരോ കോച്ചിങ്ങുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു. സാറിൻ്റെ കോച്ചിങ്ങിനെ പറ്റി എങ്ങനെ വിലയിരുത്തും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിന് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഞാൻ കുറച്ച് ലിങ്കുകൾ ഞാൻ ഇടാം.
അതിൽ ഞാനെടുത്ത ക്ലാസ്സുകൾ അവിടെ കാണാം. ആ ക്ലാസ്സുകളൊന്ന് കേട്ട് നോക്കിയതിന് ശേഷം ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾ തീരുമാനത്തിലെത്തുക. അതുപോലെ തന്നെ ഞാൻ അപ്പോൾ ചോദിക്കും, ഇങ്ങനെ പല പല റാങ്കുകൾ കിട്ടിയവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതേപോലെ ജോലിക്ക് കേരള സർക്കാർ നിയമനങ്ങളിലൊക്കെ ഉൾപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ ജോലി കിട്ടിയവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ സാറേ, ഞങ്ങളത് എവിടെ സെർച്ച് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെബിനാർ വയ്ക്കുന്നുണ്ട്. ആ വെബിനാറിൽ എൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകളും അതേപോലെ തന്നെ ജോലി ലഭ്യമായിട്ടുള്ള ആളുകളും നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്നും കൃത്യമായിട്ട് അവർ പഠിച്ച രീതികൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാനായിട്ടുള്ളൊരു മനസ്സുമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരിക. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോക്ക് താഴെയായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആകും. അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. അതിലൂടെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്തുക. അതേപോലെ തന്നെ വെബിനാർ എന്നാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നടത്തും. എന്തായാലും നമ്മുടെ ക്ലാസ്സുകൾ ഈ മാസം എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ വിവരങ്ങളും ഫീസ് എങ്ങനെയൊക്കെയാണ്, എത്ര വെച്ചിട്ടാണ് മന്ത്ലി എന്നും, അതെല്ലാം ഒരുമിച്ചടക്കുവാണെങ്കിൽ എത്രയാണ്, ഒരുമിച്ചടക്കുവാണെങ്കിലും നിങ്ങൾ ഒറ്റയടിക്ക് അടക്കുക എന്നുള്ള രീതിയേക്കാൾ ഉപരിയായിട്ട് 2 ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടക്കാനായിട്ടുള്ള രീതി കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ആ ഗ്രൂപ്പിലൂടെ അറിയിക്കാനായിട്ട് കഴിയും. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനായുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് നമ്മൾ പിന്മാറാതിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ നമ്മളെല്ലാവരും പലവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ഒക്കെ അകപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. പ്രയാസങ്ങളും ദുഃഖങ്ങളൊന്നും ഇല്ലാത്തവരാരുമില്ല. പക്ഷെ നമ്മൾ ആ പ്രതിസന്ധികളിൽ തളർന്നിരുന്നു പോയാൽ ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അതായത് ഈ കാലവും കടന്നു പോകും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളുടെ ആ പ്രായം കഴിയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു തസ്തികയിൽ നമുക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പലരും ICDS സൂപ്പർവൈസർ എക്സാം എഴുതിയവരാണ്. അപ്പോൾ ഈ ICDS സൂപ്പർവൈസർ എക്സാം, അതേപോലെ വെൽഫെയർ ഓഫീസർ എഴുതിയവരുണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സാം എഴുതിയവരുണ്ട്, പ്രിൻസിപ്പൽ കൗൺസിൽ. ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൊരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇതിൽ പഠിച്ചിരിക്കുന്ന സിലബസിലുള്ള പല കാര്യങ്ങളും CDPOയുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു തുടർ പഠനമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. അങ്ങനെ ഒരു തുടർ പഠനം നിങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലെത്തും. അതായത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പൊടി തട്ടി പഠിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾ വേണമെങ്കിൽ ആ സിലബസുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കുക. ICDSൻ്റെ ആയാലും CDPO, ICDS സൂപ്പർവൈസർ, CDPO, ഈ സിലബസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കുറേയേറെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ പ്രതിസന്ധിയിൽ തളർന്നിരിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ മുന്നേറുക. നമ്മുടെ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രായം തീരുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തേണ്ടതുണ്ട്. അതല്ലാതെ നമ്മുടെ പ്രായമൊക്കെ അവസാനിച്ചു കഴിഞ്ഞിട്ട് അന്ന് അങ്ങനെ പഠിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ പ്രായം തീരുന്നതിന് മുമ്പ് നമ്മൾ ഒഴിവുകളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് നമ്മുടെ പ്രായത്തിലേക്ക് നോക്കുക. എൻ്റെ പ്രായം കഴിയുന്നതിന് മുമ്പ് എനിക്ക് ഏതെങ്കിലും ഒരു തസ്തികയിൽ എത്തിപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നാം പഠിക്കണം. പല എക്സാമുകളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നവരായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും. അതല്ലെങ്കിൽ പലപ്പോഴും പല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ജോലി ലഭ്യമാകാതെ വന്നവരായിരിക്കാം. അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ബാക്കിൽ വന്ന് കിടന്നവരായിരിക്കാം. ഇങ്ങനെ പല പല ക്രൈറ്റീരിയാസ് ഉള്ളവരാണ്, പല പല രീതിയിലുള്ളവരായിരിക്കാം. അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പോലും പെടാതെ വന്നിട്ടുള്ളവരാകാം. അപ്പോൾ അതെല്ലാം, ആ ദുഃഖങ്ങളെല്ലാം നിങ്ങൾക്ക് വെളിച്ചമായിട്ട് മാറണം. നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, ആ ദുരനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് വെളിച്ചമായിട്ട് മാറണം.
എനിക്ക് എന്തായാലും ഈ പറയുന്ന CDPO എനിക്ക് ക്രാക്ക് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയണം. നിങ്ങളുടെ ആ തീരുമാനങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ഓരോന്നുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നല്ലതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നന്മ നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നതിന് അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഞാൻ ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലാസ് ലിങ്കുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓരോന്ന് കണ്ടു മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനുകളെല്ലാം എന്തായാലും അതിലൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഞാനും VAJ അക്കാഡമിക്സും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റൈറ്റായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തണം. ആ തീരുമാനം തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.